ഇന്നത്തെ വീഡിയോ LDC എക്സാമിനെ പറ്റിയിട്ടുള്ളതാണ്. LDC എക്സാമിന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, നേരത്തെ ഒരുങ്ങേണ്ടത് ആവശ്യകതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. LDC എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയാണ്. നമുക്കറിയാം, നമ്മുടെ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നു, അവിടെ ഒരു ക്ലറിക്കലിനെ കാണുന്നു. ആ ക്ലറിക്കൽ പോസ്റ്റ് കേരള ഗവൺമെൻറ് എന്താണ് LDC കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. 10ാം ക്ലാസ്സാണ് അതിൻ്റെ യോഗ്യത. ഒരു കോമൺ എക്സാം ഉണ്ടായിരിക്കും ആദ്യം, അല്ലേ? ആ എക്സാമിനൊരു സിലബസ് ഉണ്ട്. എക്സാമിനൊരു സിലബസ് പ്രോപ്പർലി തരും. അടുത്ത വർഷമാണ് ഇതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാകാൻ പോവുക. ഇതാണ് ഇതിൻ്റെ ജനറൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 10ാം ക്ലാസ്സിൽ ചിലപ്പം പ്രിലിമിനറി, മെയിൻസ്, ഇങ്ങനെ പല എക്സാംസ് പാറ്റേൺ ഉണ്ട് ഇതിന്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇത് വലിയ കാര്യമായിട്ടുള്ള എക്സാം ഒന്നുമല്ല. അതായത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ലാംഗ്വേജുകളുണ്ടാകും. അത് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും, കണക്കുണ്ടാകും, പിന്നെ കുറച്ച് സയൻസ്, സോഷ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു പരീക്ഷയാണ്. മലയാളത്തിലാണിത് ചോദിക്കുക. അതിൻ്റെ പ്രധാന പോയിൻ്റ്, നേരത്തെ പലർക്കും ഇത് PSC അറിയാത്തവർക്ക് ഇത് PSCയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സും, OBC ആണെങ്കിൽ 33 വർഷം കൂടെ 39 വയസ്സും, SC ST ആണെങ്കിൽ 41 വയസ്സ് വരെ നമുക്കിത് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു സാധാരണ ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് പഠിച്ചു തുടങ്ങേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ PSC എക്സാമിന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇനി LDCയുടെ പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നല്ല സമയമാണ്. SCERT ആദ്യം കവർ ചെയ്യുക. SCERT എന്ന് വെച്ചാൽ എന്താ, ഒരു സിലബസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സിലബസ് എടുക്കുക. ആ സിലബസിനകത്ത് കുറച്ച് പോർഷൻസ്, അതായത് ഇപ്പം ആറ്റം എന്ന് പറയും, കെമിസ്ട്രിയിൽ ഒരു പോർഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ ബേസ് ചെയ്ത് താഴെ എന്തുണ്ടാകും, SCERTയിൽ ചിലപ്പം 9ാം ക്ലാസ്സിലൊരു ആറ്റം ഉണ്ടാവും, 10ാം ക്ലാസ്സിലൊരു ആറ്റം ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ചെറുതീന്ന് 5 തൊട്ട് 10 വരെയുള്ള പോർഷനായിട്ട് ബേസ് തൊട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ കെമിസ്ട്രി MSc കെമിസ്ട്രി പഠിച്ചവർ ആറ്റം പോയി SCERT വായിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷെ നമുക്കറിയാത്ത, ഇപ്പോൾ MSc കെമിസ്ട്രി കഴിഞ്ഞ ഒരു സോഷ്യൽ സയൻസ് വായിക്കണമായിരിക്കും. പലരും അങ്ങനെ തന്നെ ഇത് പഠിക്കുക. അതായത് ബേസ് തൊട്ട് SCERT കവർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ SCERT കവർ ചെയ്താലുള്ള ഗുണം എന്താണ്? സബ്ജക്റ്റ് വൈസ് നമുക്കൊരു വലിയ എന്ത് കിട്ടും, ഒരു സ്ട്രോങ് ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. നമുക്ക് പേടിയില്ലാതെ പരീക്ഷ ചെയ്യാൻ പറ്റും. കാരണം ഈ SCERTയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എവിടെ വരിക, പരീക്ഷയ്ക്ക് വരിക. സയൻസ് ആയാലും സോഷ്യൽ ആയാലും ചോദിക്കുന്ന SCERT എന്ന് വെച്ചാൽ എന്താണെന്നറിയാമല്ലോ, നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പാഠപുസ്തകത്തിൽ നിന്ന്. അത് നമുക്ക് സമഗ്ര എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഈ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് PSCയുടെ വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതല്ല എങ്കിൽ ഞാൻ താഴെ റിസോഴ്സ് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കുറേ ഫ്രീ ട്രയലും മോക്കും ഒക്കെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസും ഒക്കെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു SCERT കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 5-6 മാസം എടുത്ത് നിങ്ങൾക്ക് SCERT പ്രോപ്പറായിട്ട് കവർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പം ചെയ്തു തുടങ്ങേണ്ടത് എന്താണ്, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ 3 സബ്ജക്റ്റുകൾക്കും പ്രാക്ടീസ് പോർഷൻസ് ആദ്യം കവർ ചെയ്യണം. 3-4 മാസം കൊണ്ട് പോർഷൻസ് കവർ ചെയ്യുക. ദെൻ പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും. മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മിനിമം ഒരു 4 മന്ത്സ് എന്ന് പറഞ്ഞാൽ കോച്ചിങ് എടുക്കുന്നവർക്ക് മാത്രമാണ് 4 മന്ത്സ് കൊണ്ടൊക്കെ അത് കവർ ചെയ്യത്തുള്ളൂ. സാധാരണ നമ്മൾ തനിയെ പഠിക്കുകയാണെങ്കിൽ എന്തായാലും അതിൽ കൂടുതൽ സമയമെടുക്കും. നമ്മൾ കോച്ചിങ് എടുക്കുമ്പോൾ നമുക്ക് എവിടെ എന്ത് കിട്ടും, കുറച്ച് ഷോർട്ട് കട്ട്സുകളൊക്കെ കിട്ടും. ഇപ്പം ആവറേജ് എന്ന് പറയുന്നതിനകത്ത് ഇത്ര ഇക്വേഷൻസ് ആണുള്ളത്. ഇത് ചിലപ്പം തനിയെ നമ്മൾ ചെയ്യുമ്പം 2 മിനിറ്റ് കൊണ്ട് ചില പ്രോബ്ലംസ് ചെയ്യും. നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിലും അങ്ങനെയൊക്കെയാണ്. എറർ കറക്ഷൻ ആയാലും ഒക്കെ നമുക്ക് ചിലപ്പോൾ സമയം സേവ് ചെയ്യുന്ന ടെക്നിക്ക് ഉണ്ടാകും. അത് 4-5 മാസം എന്തായാലും നിങ്ങൾ കണക്കിലും ഇംഗ്ലീഷിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് എന്ത് പഠിക്കണമെന്നാണ്, ഇപ്പോഴേ കറണ്ട് അഫെയർസ് പഠിക്കുക. പത്രവായന ശീലമാക്കുക. എന്താ പത്രവായന ശീലമാക്കിയുള്ള ഗുണം? അതായത് ഇത് ചോദിച്ചില്ലെങ്കിലും ഇതിനൊരു ഇൻട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പം 2027 കണ്ടൻ്റ് ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ കറണ്ട് അഫെയർസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ചിലപ്പം ബ്രിക്സ് രാജ്യങ്ങൾ എന്താണ്, ആ ഒരു
ജി കെക്ക് പഠനമായ സഹായകരമായ കാര്യവും പത്രങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ ദിവസത്തെയും പത്രത്തിൽ ജി കെ പോർഷൻ വായിക്കുമ്പോഴും കുറച്ചുകൂടെ നമുക്ക് അടുത്ത് നിന്നായിട്ട് നോക്കും. കറണ്ട് അഫയേഴ്സ് ആ സമയത്ത് പ്രയാസം ഉണ്ടാകത്തില്ല. പലരും പരീക്ഷയുടെ തൊട്ടടുക്കുന്ന സമയം പോയി കുറേ കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ ഇതൊന്നും ഓർമ്മയിൽ നിൽക്കത്തില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പത്രം വായിച്ച് ഒരു 20 മിനിറ്റ് പത്രം വായിച്ച് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഉറപ്പായും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ സഹായകരമായ ഒരു ചാനൽ ഞാൻ താഴെ കൊടുത്തിരിക്കാം. കറണ്ട് അഫയേഴ്സ് ഡെയിലി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ പത്രങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് MCQs ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഞാൻ ആ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ഉറപ്പായും അതിലൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ആക്കുക. നിങ്ങളുടെ പണി ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നേരത്തെ LDCക്ക് പഠിച്ചു തുടങ്ങിയുള്ള ഗുണം എന്തൊക്കെയാണ്? നമുക്ക് അതായത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ജോലിയായില്ലേ, PSCക്ക് പഠിക്കുകയാണോ, അല്ലെങ്കിൽ ലിസ്റ്റിലായില്ലേ, നിയമനങ്ങൾ നടക്കുന്നുണ്ടോ, ഇങ്ങനെ പല ചോദ്യങ്ങളുടെയും ആൾക്കാർ ചോദിക്കാൻ തുടങ്ങുന്ന ഒരു സമയം ഇപ്പോഴായിരിക്കും. നിങ്ങൾ PSC പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പം രഹസ്യമായി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറേ നെഗറ്റീവ് വാർത്തകളും കാണും. ഇവിടെ നിയമനം നടക്കുന്നില്ല, അങ്ങനെ നടക്കുന്നില്ല. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ പഠനം പുറകിലേക്ക് പോകും. നേരത്തെ പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് വൺസ് പോർഷൻസ് കടന്നു പോയാലും ഈ നമ്മുടെ പഠനത്തിലുണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺസ്, ചില സമയം നമ്മൾ പഠിക്കാതിരിക്കും, അതൊക്കെയും പരീക്ഷാ സമയത്ത് നമ്മളെ ബാധിക്കാതിരിക്കും. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, കുറച്ചൊക്കെ പോർഷൻസ് തീർത്ത ശേഷം, അല്ലേ? നമ്മളെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ ഇരിക്കാം. അപ്പോൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ ഉത്കണ്ഠയൊന്നുമില്ലാതെ കുറേയേറെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കി മോഡൽ എക്സാംസൊക്കെ കവർ ചെയ്ത് ആകാംക്ഷയൊന്നുമില്ലാതെ വരുന്ന എക്സാമിനെ ഷുവർ ഷോട്ടായിട്ട് നേരിടാൻ സാധിക്കും. അപ്പം പഠനം നേരത്തെ ആക്കുക. പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് CC ലേണിംഗ് ആപ്പ് നല്ലൊരു സോഴ്സാണ്. CC ലേണിംഗ് ആപ്പിലൂടെ ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ പരിഗണന നൽകി നിങ്ങളുടെ സബ്ജക്റ്റ് വൈസ് എക്സ്പേർട്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഡിഫറെൻറ്റ് സബ്ജക്ട്സ് അതിൽ PG ഉള്ള അധ്യാപകർ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ റിയലായിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും, സിലബസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്. മെൻ്ററൊപ്പം ഉണ്ടാകും ഈ യാത്രയിൽ. പിന്നെ വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെയും CCയുടെ സഖി എന്ന് പറയുന്ന ഒരു കോഴ്സ് ലേഡീസിന് വേണ്ടി മാത്രം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. LDC അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം നമ്മളോടൊപ്പം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ഇത് നല്ല സമയമാണ്. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇനിയും ഈ സമയം പിന്നീട് കിട്ടിയെന്ന് വരത്തില്ല. അടുത്ത LDC പെട്ടെന്ന് തന്നെ വരും. അതുകൊണ്ട് തന്നെ കണ്ണടച്ച് ഓർക്കുന്നതിനിപ്പുറം ഇപ്പം തന്നെ പഠിച്ചോളൂ.